ശക്തമായ ഒരു ഉൾപ്രേരണ തോന്നി. ഏതോ വിപത്തി ധൈര്യം തുണയ്ക്കെത്തുകയും ചെയ്തു. നാരായണൻ നമ്പൂതിരി ചാമുണ്ടേശ്വരിയെ മനം നിറയെ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുകളും അടച്ചുപിടിച്ച് മുടക്കിന്റെ വലതുവശത്തെ മതിലിലേക്ക് വലിഞ്ഞു കയറി. സർവത്ര നിശബ്ദത. കാലൻ നായ്ക്കളുടെ അണപ്പിന്റെ ശബ്ദം മാത്രം ഉയർന്നു കേൾക്കുന്നു. വളപ്പിലെ കുറ്റിക്കാടുകൾക്കിടയിലൂടെ ഭ്രാന്തമായ വേഗത്തിലാണ് കുതിച്ചത്. ഏത് നിമിഷവും ആ ജന്തുക്കൾ തന്റെ മേൽ കുതിച്ചു ചാടിയേക്കുമെന്ന ഭീതി കാലുകൾക്ക് അസാമാന്യ വേഗതയാണ് നൽകിയത്. തൽക്കാലം ഓടി രക്ഷപ്പെടുക എന്നതിനപ്പുറം അതെങ്ങോട്ടെന്നൊരു ലക്ഷ്യവും തുടക്കത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ കുറെ നേരം ചെന്നു കഴിഞ്ഞപ്പോൾ അജ്ഞാതമായൊരു തോന്നൽ തിരുമേനിയുടെ ഉള്ളിലുയർന്നു. താൻ ഓടുന്നത് ക്ഷേത്രത്തിന് നേരെ തന്നെയാണ്. എങ്കിൽ ക്ഷേത്രത്തിൽ തന്നെ ചെന്ന് കയറുക. ഇത്രകാലവും പൂജിച്ച് ആരാധിച്ച ചാമുണ്ടേശ്വരി തന്നെ കൈയൊഴുകിയില്ലെന്നൊരു വിശ്വാസം. പിന്നെ ഒന്ന് നിൽക്കുകയോ തിരിഞ്ഞു നോക്കുകയോ ചെയ്തില്ല. പിന്നിൽ അവറ്റകളുണ്ടോ എന്നും അറിയില്ല. നമ്പൂതിരി ക്ഷേത്രത്തിനുള്ളിലേക്ക് പാഞ്ഞു കയറി. വിറകയോടെ ശ്രീകോവിൽ തുറന്ന് വിഗ്രഹത്തിന്റെ കാൽക്കിലേക്ക് സാഷ്ടാംഗ പ്രണാമമായി വീണു. തിരുമേനിയെ പിന്തുടർന്നിരുന്ന കറുത്ത നായ്ക്കൾ ക്ഷേത്ര മതിൽക്കെട്ടിന് മുന്നിൽ വരെ ഓടിയെത്തിയതാണ്. അടുത്ത ക്ഷണം അവ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നതുപോലെയോ ഭൂമിക്കടിയിലേക്ക് താണതുപോലെയോ അപ്രത്യക്ഷമായി. അസമയത്ത് ശ്രീകോവിലിന്റെ വാതിലിലെ ഓട്ടുമണികൾ അസാധാരണമായി മുഴങ്ങിയത് അയലത്തെ ചിലർ കേട്ടിരുന്നു. അവർ ടോർച്ചുകളും മറ്റുമായി വന്നു നോക്കുമ്പോൾ തിരുമേനി വിഗ്രഹത്തിൽ കെട്ടിപ്പുടർന്ന് അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. പണ്ട് അഭയം തേടി മാർക്കണ്ഡേയൻ ശിവലിംഗത്തിൽ കെട്ടിപ്പുണർന്ന് കിടന്നതുപോലെ. വന്നവരിലാരും ശ്രീകോവിലിലേക്ക് കയറിയില്ല. അടുത്തുണ്ടായിരുന്ന ഒരു ഇല്ലത്തിൽ നിന്ന് ഒരംഗത്തെ വിളിച്ചുകൊണ്ടുവന്നു. അയാളാണ് വിഗ്രഹത്തിൽ ബലമായി പിടിച്ചു കിടന്നിരുന്ന നാരായണൻ നമ്പൂതിരിയെ വിളിച്ചുണർത്തിയത്. എണീറ്റിരുന്ന് ചുറ്റും നിന്നവരെ ഭയത്തോടെ നോക്കിക്കൊണ്ടിരുന്ന തിരുമേനി ഒരിടർച്ചയോടെ ചോദിച്ചു, അവറ്റകൾ എവിടെ? എന്നെ പിന്തുടർന്ന അവറ്റകൾ നടവരെ വന്നതാണ്. ആരുടെ കാര്യമാ നാരായണൻ പറയുന്നത്? ഒരു വൃദ്ധൻ തിരക്കി. വല്ലവിധേനയും നടന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞൊപ്പിച്ചു. കേട്ടു നിന്നവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇല്ല നാരായണ, അത്തരം കറുത്ത നായ്ക്കൾ നമ്മുടെ ഈ മണിമംഗലത്തില്ല. ഉണ്ടെന്നോ ഇല്ലെന്നോ പിന്നെ സ്ഥിരീകരിക്കാൻ തിരുമേനിയും മെനക്കെട്ടില്ല. എന്നെ ഇല്ലത്ത് കൊണ്ടു ചെന്ന് എത്തിക്കുമോ? തനിയെ പോകാൻ ഭയമാണ്. അത്രയും ചോദിച്ചു. അതവർ സമ്മതിക്കുകയും ചെയ്തു. പറഞ്ഞ കഥ വിശ്വസനീയമായില്ലെങ്കിലും അദ്ദേഹം അത്യധികം ഭയന്നിട്ടുണ്ടെന്ന് തീർച്ചയാണ്. 3-4 പേർ ചേർന്ന് തിരുമേനി അദ്ദേഹത്തിന്റെ ഇല്ലത്ത് കൊണ്ടു ചെന്നാക്കി. സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജിന്റെ കിടക്കയ്ക്ക് ചുറ്റുമായി അവർ നിന്നു. ആനന്ദവർമ്മ, ഇളയടത്ത് ഭട്ടതിരി, മറ്റ് 2 പേർ കൂടിയുണ്ട്. അത് ഡിപ്പാർട്ട്മെന്റിലെ ജയരാജിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമൊക്കെയായിരുന്നു. ആ 3 പേരും മുറിയിൽ നിന്നിറങ്ങിക്കഴിഞ്ഞേ ആനന്ദവർമ്മ ജയരാജിനെ വിളിച്ചുള്ളൂ. IC വാർഡിൽ നിന്ന് ജയരാജിനെ ഈ പേവാർഡിലേക്ക് മാറ്റിയത് ഇന്നലെയാണ്. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതിനു ശേഷം ജയരാജിന് നേരിയ മാറ്റമെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഡോക്ടർമാർ കൈമലർത്തും. വന്ന നിലയിൽ നിന്നും അല്പമെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടായിട്ടില്ലെന്നാണ് വാസ്തവം. വിശദമായ സ്കാനിങ്ങിന് പോലും ജയരാജിന്റെ അസുഖം എന്തെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. തലയിലെയോ മറ്റെവിടെയോ എങ്കിലും സൂക്ഷ്മ ഞരമ്പുകൾക്ക് പോലും ക്ഷതമോ പൊട്ടലോ സംഭവിച്ചിട്ടില്ല. ഒരു സെറിബ്രൽ ഹെമറേജിനുള്ള സാധ്യത തീരെ കാണാനില്ല. ലക്ഷണം കൃത്യമായും അതിൻ്റെയാണെങ്കിലും. വിളിക്കുന്നതോ പറയുന്നതോ അയാൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. സൂചി കൊണ്ട് മെല്ലെ ശരീരത്തിൽ കുത്തിയാൽ വേദനയുടെ നേരിയ ചലനം ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഉള്ളിൽ നല്ല ബോധമുണ്ടായിരിക്കണം. ആഹാരത്തിന് ദഹനമുണ്ട്, ദാഹമുണ്ട്. ചലനമൊഴിച്ച് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പതിവ് പോലെ നടക്കുന്നുണ്ട്. കൃഷ്ണമണികൾ പോലും നിശ്ചലമാണ് താനും. എല്ലാവരും മുറിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഭട്ടതിരി ജയരാജിനെ ഒന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചത്. ആനന്ദവർമ്മയും കൂട്ടി അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് വന്നത്. നാഡീസ്പന്ദനങ്ങളും മറ്റും വിശദമായി മനസ്സിലാക്കിയിട്ട് ഏതോ തിരിച്ചറിവിന്റെ തലകുലുക്കത്തോടെ ഭട്ടതിരി ആനന്ദവർമ്മയുടെ നേരെ തിരിഞ്ഞു. ഈ രോഗത്തിന് ചികിത്സയില്ല, ഔഷധങ്ങളും. ആനന്ദവർമ്മ ഞെട്ടിപ്പോയി. അപ്പോൾ ഊറിയ മന്ദസ്മിതത്തോടെ ഭട്ടതിരി തുടർന്നു. പക്ഷേ ജയരാജിന് അടുത്ത ദിവസം തന്നെ പൂർണ്ണ ആരോഗ്യവാനായി എണീക്കാനാവും. ഒരു ഉറക്കം കഴിഞ്ഞ ആലസ്യം പോലും തോന്നാതെ. ആനന്ദവർമ്മയുടെ കണ്ണുകളിൽ പ്രത്യാശയുടെ തിളക്കം. കാര്യങ്ങളെല്ലാം വ്യക്തമായി തിരിച്ചറിഞ്ഞ നിലയ്ക്ക് ഭട്ടതിരിക്ക് തങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്ന ഉറപ്പും ആനന്ദവർമ്മയ്ക്കുണ്ടായി കഴിഞ്ഞിരുന്നു. ഇന്നലെ ചുളമാനൂർ കോവിലകത്തെ തമ്പുരാന്റെ മുറിയിൽ വെച്ച് അദ്ദേഹം അത് തീർത്തു പറയുകയും ചെയ്തിരുന്നു. ഇതുവരെ 2 പുകമറയ്ക്കുള്ളിലായിരുന്നു തമ്പുരാനെ ഞാൻ. അതങ്ങനെ ആക്കിയതാണ്.
പക്ഷേ ഇനി അതിന് കഴിയില്ല. ആ പുകമറയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞു. ഈ കോവിലകത്തിന്റെ മണ്ണിൽ ഇനിയൊരു അസ്വാഭാവിക ദുരന്തം സംഭവിക്കില്ല. ജഡങ്ങൾ വീഴില്ല. ഏറ്റവും വേഗം ഞാൻ അതിന് പ്രതിവിധി ചെയ്യുന്നുണ്ട്. എന്നെപ്പോലും പരാജയപ്പെടുത്തിയ ശക്തിയുമായി ഏറ്റുമുട്ടാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ആദ്യത്തെ പരാജയം അഭിമാനത്തിന് ക്ഷതം സംഭവിച്ച സംഭവമാണ്. ഞാൻ വിടില്ല. അന്നത് സംഭവിച്ചത് ശത്രുവിനെ തിരിച്ചറിയാൻ കഴിയാതിരുന്നത് കൊണ്ടായിരുന്നു. പക്ഷെ ഇനി അത് വേണ്ടിവരില്ല. ഞാനെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. കേട്ടിരുന്ന തമ്പുരാനും ആനന്ദവർമ്മയ്ക്കും ആശ്വാസത്തിന്റെ നിശ്വാസങ്ങൾ. ജഗന്നാഥവർമ്മ മുകളിലേക്ക് കൂപ്പുകരങ്ങൾ ഉയർത്തി ഈശ്വരന് നന്ദി പറഞ്ഞു. ഇനി ഇവിടെ ഒരു ഹോമകുണ്ഡം കൂടി ഉയരും. അന്ന് എല്ലാറ്റിനും ശുഭാന്ത്യവുമാകും. അതിനു മുമ്പ് ആ ഇൻസ്പെക്ടറെ കൂടി എനിക്കൊന്ന് കാണണം. നാളെ തന്നെ. ബാക്കിയെല്ലാം 7 ദിനങ്ങൾക്കുള്ളിൽ വേണം. ഇനിയുള്ള 7 ദിവസങ്ങൾക്കുള്ളിൽ ചുളമാനൂർ കോവിലകം അന്യം നിന്നു പോയേനെ. ജഡവർഷം പെയ്തേനെ. ഇനി അതുണ്ടാവില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മുടെ പൂജയുടെ അവസാനം അങ്ങയുടെ ശത്രു അങ്ങയുടെ കാൽക്കൽ വീഴും. ഞാൻ വീഴിക്കും. ആദ്യം അങ്ങയുടെ കാൽക്കൽ, പിന്നെ എന്റെ. അപ്പോഴും ശത്രു ആരെന്ന് ഭട്ടതിരി പറയുകയുണ്ടായില്ല. അതറിയണമെന്ന് തമ്പുരാൻ ആഗ്രഹമുണ്ടായതുമില്ല. എനിക്ക് 2 നിർദ്ദേശങ്ങളുണ്ട്. അത് 2 ദിവസത്തിനകം പ്രാവർത്തികമാക്കി തരണം. എന്ത് വേണമെങ്കിലും ആവാമെന്ന് തമ്പുരാന്റെ തലകുലുക്കൽ. സൂര്യന് കീഴിലുള്ളതെന്തും ഇവിടെ എത്തിക്കാം. പറയുന്നതെന്തും ചെയ്യാം. തങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന കേതു ഒന്നൊഴിഞ്ഞു കിട്ടിയാൽ മതി. ആനന്ദവർമ്മയുടെ മനോഭാവം അതായിരുന്നു. അടുത്ത 7 ദിവസത്തേക്ക് കോവിലകം വക എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി നൽകണം. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം. എല്ലാ ജീവനക്കാരും അവരവരുടെ വീട്ടിൽ നിൽക്കട്ടെ ഒരാഴ്ച. നമ്മുടെ പൂജയും ഹോമവും കഴിഞ്ഞിട്ടല്ലാതെ ആരും ഒന്നും ചെയ്യേണ്ടതില്ലെന്നർത്ഥം. അറ്റ പ്രയോഗമായിരിക്കും. ശത്രുവും അതുതന്നെയാവും ചെയ്യുക. പരാജയം അടുത്തെന്നറിയുമ്പോൾ ശത്രുവിന്റെ കലി അവസാനമായി ആഞ്ഞടിച്ചെന്നിരിക്കും. അത് വ്യക്തികളോട് മാത്രമാവണമെന്നില്ല. കെട്ടിടങ്ങളോടും സ്ഥാപനങ്ങളോടും അതിലെ ജീവനക്കാരോടുമാകാം. കോവിലകവുമായി ബന്ധപ്പെട്ട സകല വസ്തുക്കളോടുമാകാം. അറിഞ്ഞുകൊണ്ട് ഒരപകടത്തിന് വഴിയൊരുക്കിക്കൂടാ. തീർച്ചയായും അങ്ങ് പറയുകയേ വേണ്ടൂ. ഇപ്പോൾ ഈ നിമിഷം തന്നെ വേണമെങ്കിൽ ഓർഡർ ഇടാം. ആനന്ദവർമ്മ പറഞ്ഞു. ഇന്ന് വേണ്ട, നാളെ മുതലായിക്കോട്ടെ. ഒരുക്കുകൾക്ക് തന്നെ വേണം ഒരു പൂർണ്ണദിനം. ഒരുക്കുകൾ ആ നിമിഷം മുതൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് ഇന്ന് ഇതാ ഇപ്പോൾ അവർ ജയരാജനെ കാണാൻ എത്തിയിരിക്കുന്നത്. ജയരാജനെ കുറിച്ചുള്ള പരാമർശം കേട്ടപ്പോൾ ആനന്ദവർമ്മയ്ക്ക് അമ്പരപ്പും ആകാംക്ഷയും ആഹ്ലാദവും ഏകകാലത്തുണ്ടായി. എന്താണ് അദ്ദേഹം പറഞ്ഞതിനർത്ഥം? സ്തംഭനം. ഭട്ടതിരി പറഞ്ഞു. സ്തംഭനമാണിത്. അതിന്റെ അനന്ത സാധ്യത ഉപയോഗിച്ചാണ് ഇയാളെ ഈ നിലയിൽ കിടത്തിയിരിക്കുന്നത്. അകലെ നിന്ന് തന്നെ ഇത് ചെയ്യാൻ കഴിവുള്ള ഒരാളുടെ ശക്തി അപാരമായിരിക്കും. ഒക്കെ ശരിയാവും. ശത്രു പരാജയപ്പെടുന്ന മുഹൂർത്തത്തിൽ ഇദ്ദേഹം കിടക്കയിൽ നിന്ന് ചാടി എണീക്കും. ഇനി അതാ നല്ലതും. അഥവാ ആദ്യം തന്നെ ഇയാളെ ഉണർത്താൻ ശ്രമിച്ചാൽ ആ പഴുതിലൂടെ ശത്രു മറ്റുള്ളവരുടെയും നേരെ തിരിയും. ഇനി ഒരു സൂചിപ്പഴുതു പോലും ശത്രുവിന് കൊടുക്കുന്ന പ്രശ്നമില്ല. അവർ വൈകാതെ ആശുപത്രിയിൽ നിന്ന് യാത്രയായി. ആനന്ദവർമ്മയാണ് കാർ ഓടിച്ചിരുന്നത്. സമയം സന്ധ്യയാവാൻ തുടങ്ങുന്നു. നഗരത്തിൽ നിന്ന് പൂജയ്ക്കും ഹോമത്തിനും മറ്റുമുള്ള കുറെ സാധനങ്ങൾ കൂടി വാങ്ങി അവർ കോവിലകത്തേക്ക് തിരിയുന്ന പാതയിലേക്ക് കയറി. കുത്തനെയുള്ള കയറ്റമാണ്. കോവിലകത്തേക്കുള്ള പ്രൈവറ്റ് റോഡ്. മണിമംഗലത്തെ പൂജാമുറിയിൽ മുന്നിലിരുന്ന ഓട്ടുതളികയിലൂടെ അപ്പോൾ ആനന്ദവർമ്മയുടെ കാർ ഓടുന്നത് തോന്നുമായിരുന്നു. തളികയിൽ ആ ചിത്രമായിരുന്നു അപ്പോൾ. അസംഖ്യം തിരുനാളങ്ങളുടെ രത്നശോഭയോടെ ദുർഗയുടെ പൂജാമുറി സജീവമായിരുന്നു. മൂവന്തി നേരത്തെ കയറിയതാണവൾ ആ പൂജാമുറിയിലേക്ക്. ഇനിയുള്ള ദിവസങ്ങളുടെ ഒട്ടുമുക്കാൽ പങ്കും ഇവിടെ ചെലവഴിക്കേണ്ടി വരുമെന്നവൾക്ക് നിശ്ചയമുണ്ട്. 7 ദിനങ്ങൾ. അതു കഴിഞ്ഞാൽ തന്റെ ദൗത്യം പൂർത്തിയാകുന്നു. ആലോചിക്കുമ്പോൾ അവാച്യമായൊരു സംതൃപ്തി തോന്നുകയാണ്. ഇനിയുള്ള 7 ദിവസങ്ങളുടെ ദൈർഘ്യത്തിന് 7 സംവത്സരങ്ങളുടെ പ്രാധാന്യമാണുള്ളത്. എല്ലാം ഒരു കടവിലെടുക്കാൻ പോകുന്നു. ശത്രുക്കൾ തന്നെ തിരിച്ചറിഞ്ഞു എന്ന് തീർച്ചയായി കഴിഞ്ഞു. അത് പക്ഷേ ഒരു കണക്കിന് നന്നായി. തിരിച്ചറിഞ്ഞുള്ള ഏറ്റുമുട്ടലിന് ഒരു സുഖമുണ്ട്. നേർക്കുനേരെ നിന്നുള്ള യുദ്ധം. ഭട്ടതിരി ശക്തമായി തന്നെ പ്രതികരിക്കുമെന്നുറപ്പാണ്. അതിനുള്ള ആരംഭത്തിന് വേണ്ടിയാണല്ലോ പൂജാദ്രവ്യങ്ങളുമായുള്ള ഈ യാത്ര പോലും. ദുർഗ മഷിയിട്ട കിണ്ണത്തിൽ തന്നെ കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. കോവിലകത്തേക്കുള്ള സ്വകാര്യ വഴിയെ കാർ വളഞ്ഞു പുളഞ്ഞ് കയറി വരികയാണ്.
കാറിൽ രണ്ടുപേരെയുള്ളൂ. രണ്ടുപേരും തന്റെ ഇരകൾ. കോവിലകത്തേക്ക് അരനാഴികയിലേറെ ഇനിയും യാത്രയുണ്ട്. ഒരു TV സ്ക്രീനിൽ നിന്നെന്ന പോലെ വ്യക്തമായി അവൾ ആ കിണ്ണത്തിൽ കാർ ഓടുന്നത് കാണുന്നുണ്ട്. കാണി ദുർഗയുടെ മുഖത്തെ പുഞ്ചിരി മായുകയും ഒരു തരം ക്രൂരത ആ മുഖത്തേക്ക് പടരുകയും ചെയ്തു. വലത് കൈയിലുണ്ടായിരുന്ന ചെറിയൊരു പാറക്കല്ല് നിലത്ത് വെച്ച് ദുർഗമെല്ലെ ഉരുട്ടാൻ തുടങ്ങി. ഒപ്പം ഏതോ മന്ത്രത്തിന്റെ ശീലുകൾ അവളുടെ നാവിൽ നിന്ന് ഉതിരാൻ തുടങ്ങി. കിണ്ണത്തിൽ കാണുന്ന കാറിന് നേരെയാണ് അവൾ ആ കൊച്ചു പാറക്കഷ്ണം ഉരുട്ടിക്കൊണ്ടിരുന്നത്. കാറ് ഒരു കയറ്റത്തിന്റെ തുടക്കത്തിലായിരുന്നു. ഒരു വശത്ത് അഗാധമായ കൊക്ക, മറുവശത്ത് ഉയർന്ന പാറക്കെട്ട്. ഇടതുവശത്തെ ആ പാറക്കെട്ടിന്റെ അവസാനം ഹനുമാൻ കുന്നിന്റെ നെറുകയിലാണ്. കുന്ന് ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ചുളമാനൂരും പരിസരങ്ങളിലും മാത്രമല്ല, അയൽനാടുകളിലും പ്രസിദ്ധമാണ് ഹനുമാൻ കുന്ന്. പണ്ട് രാമരാവണ യുദ്ധകാലത്ത് മരുത്വാമലയിലേക്കുള്ള യാത്രക്കിടയിൽ ഹനുമാൻ വിശ്രമിച്ചത് ഇവിടെയാണെന്നാണ് സങ്കല്പം. കോവിലകത്തിന്റെ പിന്നിലെത്തിച്ചേരുന്ന ഈ വഴി എളുപ്പത്തിൽ തിരഞ്ഞെടുത്തതാണ് ആനന്ദവർമ്മ. പണ്ട് കോവിലകത്തേക്കുള്ള ഏക മാർഗം ഇതായിരുന്നു. ഗിയർ മാറ്റി കയറ്റം കടന്നു കിട്ടാൻ ശ്രമിക്കുന്നതിനിടയിൽ ഭട്ടതിരി ആനന്ദവർമ്മയെ ഒന്ന് ശ്രദ്ധിച്ചു. രക്ഷപ്പെടാനുള്ള മാർഗം തെളിഞ്ഞു എന്നറിഞ്ഞപ്പോൾ മുതൽ അതീവ സന്തുഷ്ടനാണ് വർമ്മ. മറ്റെവിടെയോ മനസ്സ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഭട്ടതിരി പൊടുന്നനെ ഒന്ന് ഞെട്ടി. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് അവ്യക്തമായ ഒരു ഇരുളിമ പടർന്നു കയറി. ഏതോ അപകട സൂചനയെക്കുറിച്ച് ആറാം ഇന്ദ്രിയത്തിന്റെ മുന്നറിയിപ്പ് ലഭിച്ചതുപോലെയായിരുന്നു ആ തോന്നൽ. ഹനുമാൻ കുന്നിന്റെ നെറുകയിൽ നിന്ന് വലിയൊരു കല്ല് പൊട്ടിയടർന്നതും ആ നിമിഷത്തിലായിരുന്നു. രണ്ടാനയുടെ വലിപ്പത്തിലുള്ള ആ കരിമ്പാറ കൊടുങ്കാറ്റിന്റെ വേഗതയോടെ വഴിയിലേക്ക് ഉരുണ്ടു. പിന്നെ അത് വഴിനിറഞ്ഞ് താഴേക്ക് കുതിക്കുകയാണ്. കല്ലിൽ നിന്ന് രക്ഷപ്പെട്ട് കാർ ഒതുക്കാൻ യാതൊരു ഇടവുമില്ല. ഇരുവശത്തും എന്തിന് ആളിന് സുരക്ഷിതമായി നിൽക്കാൻ പോലും. മണിമംഗലത്തെ പൂജാമുറിയിൽ കൈവെള്ളയിൽ ഉരുട്ടിക്കൊണ്ടിരുന്ന ചെറിയ പാറക്കല്ല് കിണ്ണത്തിൽ കണ്ട കാലിന് നേരെ ദുർഗ ഉരുട്ട മാത്രയിൽ തന്നെയായിരുന്നു ഹനുമാൻ കുന്നിൽ നിന്ന് കരിമ്പാറ അടർന്നത്. ഇലയിടത്ത് ഭട്ടതിരി പെട്ടെന്ന് ആനന്ദവർമ്മയുടെ കയ്യിൽ കയറി പിടിച്ചു. വർമ്മ കാർ ചവിട്ടി നിർത്തി. വേഗം പുറത്തു ചാട്, ഇടതുവശത്തെ ഓടയിലേക്ക് കമഴ്ന്നു കിടക്കുകയും ചെയ്യണം. പറഞ്ഞതും ഭട്ടതിരി പുറത്തു ചാടിയതും ഞൊടിയിടയിലായിരുന്നു. ആനന്ദവർമ്മയും അത് ചെയ്തു. റോഡ് നിറഞ്ഞു പാഞ്ഞു കുതിച്ചെത്തുന്ന കരിമ്പാറ കാറിന്റെ 100 അടി അകലെ വരെ ആയി കഴിഞ്ഞിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ വർമ്മ തങ്ങളെ ഗ്രസിക്കാൻ പോകുന്ന അപകടം തിരിച്ചറിഞ്ഞതും അപ്പോഴാണ്. എല്ലാറ്റിനും കൂടി ഒരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല. വർമ്മയുടെ നെഞ്ചിൽ നിന്ന് ഭീതിയുടെ ഒരു അഗ്നിഗോളം ഉയർന്നു. ഇടതുവശത്തെ ചെറിയ ഓടയിലേക്ക് കമഴ്ന്നു വീണത് മാത്രമേ വർമ്മയ്ക്ക് ഓർമ്മയുള്ളൂ. തൊട്ടടുത്ത് അതിഭീകരമായ ഒരു ശബ്ദം കേട്ടു. കരിമ്പാറ റോഡിനു നടുവിൽ നിർത്തിയ കാറിൽ വന്നിടിച്ച ശബ്ദം. കാറിനെ കരിയില പോലെ ആക്കിക്കൊണ്ട് പാറ വലതുവശത്തെ കൊക്കയിലേക്ക് കുതിച്ചു. അതുരുണ്ടു പോകുന്ന പാതയിലെ മരങ്ങളും ചെടികളും ഞെരിഞ്ഞുടയുന്ന ശബ്ദം ചില നിമിഷങ്ങളോളം നീണ്ടുനിന്നു. അത് കഴിഞ്ഞ് അരനാഴികയോളം കഴിഞ്ഞിട്ടും തല ഉയർത്താൻ വർമ്മയ്ക്ക് ധൈര്യമുണ്ടായില്ല. ആദ്യം ഓടയിൽ നിന്ന് എണീറ്റത് ഭട്ടതിരി തന്നെയായിരുന്നു. അദ്ദേഹം ഒരു ദീർഘനിശ്വാസം ഉതിർത്തു. ഈശ്വര, അങ്ങു തന്നെ തുണച്ചു. ഭട്ടതിരി ആനന്ദവർമ്മയെ പിടിച്ചെണീപ്പിച്ചു. അദ്ദേഹത്തിന്റെ നെഞ്ചിടിപ്പ് പുറത്തു കേൾക്കാൻ കഴിയുമായിരുന്നു. വിളർത്ത് വിയർത്ത് വിവർണമായ വർമ്മയുടെ മുഖത്ത് രക്തമയമുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ അപ്പോഴും വ്യക്തമാവാത്ത ഭാവം. തൊട്ടു മുമ്പത്തെ നിമിഷങ്ങളിൽ സംഭവിച്ചതെന്തായിരുന്നു? തികച്ചും അവിശ്വസനീയം. ഒരു ഞൊടിയിടെ തെറ്റിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? ഇരുവരും കൊക്കയുടെ വക്കിൽ നിന്ന് നോക്കി. കരിമ്പാറ ഉരുണ്ടിറങ്ങിപ്പോയ പാത ഉരുൾപൊട്ടൽ കഴിഞ്ഞ പ്രദേശം പോലെ തകർന്ന് താറുമാറായി കിടക്കുന്നു. കയറ്റമിറങ്ങി മറ്റൊരു വാഹനം വരുന്നുണ്ടായിരുന്നു. കോവിലകത്ത് നിന്ന് ശബ്ദം കേട്ട് വന്നവരാണെന്ന് തീർച്ച. എന്താ ഉണ്ടായത്? ഓടിയെത്തിയ വർമ്മയുടെ ബന്ധു തിരക്കി. ഭാഗ്യം കൊണ്ട് ഒന്നുമുണ്ടായില്ല. കാറ് പോയി, അത്രമാത്രം. വർമ്മ വിശദമായി പിന്നെ പറഞ്ഞുകൊടുത്തു. ഭട്ടതിരി നെഞ്ചിൽ കൈവച്ച് നിന്ന് ഏതോ മന്ത്രമുള്ളിൽ ഉരുവിടുകയായിരുന്നു. അദ്ദേഹം എന്തെങ്കിലും പറയും വരെ അങ്ങോട്ടൊന്നും ചോദിക്കേണ്ടെന്ന് വർമ്മ തീരുമാനിച്ചു. ഭട്ടതിരി ഒപ്പമുണ്ടായിരുന്നെങ്കിൽ താൻ ഇപ്പോൾ ഈ ഭൂമിയിലുണ്ടാകുമായിരുന്നില്ല. നിശബ്ദനായി നിന്ന ഭട്ടതിരി പെട്ടെന്നുണർന്ന് വർമ്മയോട് വാഹനത്തിൽ കയറാൻ ആവശ്യപ്പെട്ടു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. കാറ് വേഗം തിരിക്കൂ, വളരെ വളരെ വേഗം. ഒന്നടങ്ങിയ വർമ്മയുടെ ഭീതി പിന്നെയും വളരാൻ തുടങ്ങി.
അദ്ദേഹം ഭട്ടതിരിയെ അനുസരിച്ചു. എന്തോ ചോദിച്ച വർമ്മയുടെ ബന്ധുവിനെ അദ്ദേഹം ശാസിക്കുകയും ചെയ്തു. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാട്ടിത്തരാം, കുറച്ചങ്ങോട്ട് ചെല്ലട്ടെ, അതുവരെ ശബ്ദിക്കാതിരിക്കുക. വാഹനം കയറ്റം കയറി നിരപ്പിലെത്തി. അവിടെ മുതൽ കോവിലകം വക പുരയിടങ്ങളാണ്. അവരിപ്പോൾ ഹനുമാൻ കുന്നിന്റെ മറുവശത്തെത്തിയിരിക്കുന്നു. ഇനി വേണമെങ്കിൽ വാഹനം നിർത്തിക്കോളൂ, എല്ലാ സംശയങ്ങൾക്കും ഇപ്പോൾ തന്നെ നിവൃത്തിയുണ്ടാക്കിത്തരാം. ഭട്ടതിരി ഹനുമാൻ കുന്നിന്റെ മുകളിലേക്ക് വിരൽ ചൂണ്ടി. വർമ്മയും മറ്റുള്ളവരും കാറിൽ നിന്നിറങ്ങി. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കിയെങ്കിലും അവർക്കവിടെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. എന്തേ എന്ന മട്ടിൽ വർമ്മ ഭട്ടതിരിയെ നോക്കി. അതാ അതുതന്നെ. അപ്പോൾ ആനന്ദവർമ്മ കണ്ടു, ഒപ്പമുണ്ടായിരുന്നവരും കണ്ടു. ഹനുമാൻ കുന്നിന്റെ നുറുക പിളർന്ന് തങ്ങൾ കടന്നു വന്ന പാതയിലേക്ക് മല അപ്പാടെ അടർന്നു മറിയുന്ന കാഴ്ച. അതൊരു വല്ലാത്ത കാഴ്ചയായിരുന്നു. ഭയാനകമായ രംഗം. ഏക്കറുകൾ കണക്കിന് വിസ്തീർണമുള്ള കുന്നിന്റെ ഒരു ഭാഗം വഴിയിലേക്ക് മലർക്കുകയാണ്. അത് നിലംപതിച്ച ശബ്ദം 100 മൈൽ അകലെ വരെ എത്തി. ഭൂമി അപ്പാടെ ഒന്ന് കിടുങ്ങി. അതോടെ അവർ വന്ന പാത തന്നെ ഭൂമിയിൽ ഇല്ലാതെയായി. നമ്മൾ അവിടെ നിന്നിരുന്നെങ്കിൽ വേറെ ഒരു സംസ്കാര ചടങ്ങ് വേണ്ടി വരുമായിരുന്നില്ല. 100 കണക്കിന് ആളുകൾ മാസങ്ങളോളം തിരഞ്ഞാലും ജഡം കണ്ടുകിട്ടുമായിരുന്നില്ല. ഞെട്ടിവിറച്ചു നിൽക്കുകയായിരുന്ന ആർക്കും ശബ്ദിക്കാൻ കഴിഞ്ഞില്ല. ഇത് തുടക്കമേയാകുന്നുള്ളുന്നുവെന്ന് എൻ്റെ മനസ്സ് പറയുന്നു വർമ്മേ. അനുബന്ധമായി പുറകെ ഇതിലും വലുത് ഉടനെ പ്രതീക്ഷിക്കാം. കാരണം പ്രകോപിതയായ ശത്രു താണ്ഡവം തുടങ്ങിയത് പൂർത്തിയാക്കാതെ അവസാനിപ്പിക്കില്ല. വരൂ, ഉടനെ എനിക്കൊരു കർമ്മം ചെയ്യാനുണ്ട്. അതും പറഞ്ഞവർ കോവിലകത്തേക്ക് കുതിച്ചു. 15 മിനിറ്റിനുള്ളിൽ ഭട്ടതിരി കോവിലകത്തിന്റെ മുറ്റത്ത് ഒരു മാന്ത്രിക കളമുണ്ടാക്കി. നിലവിളക്ക് കൊളുത്തി ധ്യാനത്തിൽ അമർന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന പരിഭ്രമം കോവിലകത്താകെ ശ്മശാന മൂകത പേയിച്ചു. തമ്പുരാൻ പുറത്തേക്കിറങ്ങി വന്നു. പണ്ടൊരിക്കൽ കർമ്മം ചെയ്യാനിരുന്ന അതേ ഇടത്തിൽ തന്നെയാണ് ഭട്ടതിരി ഇത്തവണയും ഇരുന്നത്. ആകാശത്തെ അനന്തതയിലൊരു ഇടിമുഴങ്ങി. രാത്രി പെട്ടെന്ന് വന്നതുപോലെ പ്രപഞ്ചം കറുത്തു. പത്മാസനത്തിലിരുന്ന് മടിയിൽ മലർത്തിവെച്ച 2 കൈകളിലെയും വിരലുകൾ മടക്കി മന്ത്രത്തിന്റെ എണ്ണം പൂർത്തിയാകുന്നതിനിടയിൽ അദ്ദേഹം മുകളിലേക്ക് മിഴികൾ തുറന്നു. അപ്പോൾ ആ കണ്ണുകളിൽ ആ കാഴ്ച വ്യക്തമായും പെട്ടു. ആകാശത്തിന് തീ പിടിച്ചതുപോലെ ഒരഗ്നിപ്രളയം തിര പോലെ കോവിലകത്തിന് നേരെ മറിഞ്ഞു മറിഞ്ഞു വരുന്നു. ആകാശത്തിന്റെ അനന്തതയിലൂടെ അഗ്നിമുഖൻ അലറിത്തിമിർത്ത് അടുത്തുകൊണ്ടിരുന്നു. പ്രളയാഗ്നി കൊണ്ട് പ്രപഞ്ചം നിറഞ്ഞതുപോലെ ചുവന്ന പ്രകാശം. തിരമറിഞ്ഞെത്തും പോലെയാണ് ആ വരവ്. മൂർത്തിയുടെ തിരിച്ചറിവ് ലഭിച്ച നിമിഷം ഇളയിടത്ത് ഭട്ടതിരിയുടെ ശരീരം ഒന്ന് പെട്ടിത്തെറിച്ചു. അദ്ദേഹം ഇളകിയിരുന്നു. ഒറ്റയ്ക്കൊറ്റയ്ക്കായുള്ള മാരണസമ്മാനത്തിന്റെ പരാജയ ഭീതികൾ കൊണ്ടാകാം ഒന്നിച്ച് അവസാനിപ്പിക്കാൻ അഗ്നിമുഖനെ തന്റെ ശത്രു തിരഞ്ഞെടുത്തത്. അസാധാരണ വരവാണ് മൂർത്തിയുടെ. ഒരു ചെറു മിന്നാമിനിങ്ങു പോലെയോ തിരുനാളം പോലെയോ തീപ്പന്തം പോലെയോ അഗ്നിഗോളം തന്നെയായോ മൂർത്തി വരുന്നത് കണ്ടിട്ടുണ്ട്. ഇതാദ്യത്തെ അനുഭവമാണ്, കടലിളകി വരും പോലെ. പക്ഷേ ഭട്ടതിരി ഭയന്നില്ല. അഗ്നിമുഖനെന്ന ദുർമൂർത്തിയെ നിർവീര്യമാക്കാനുള്ള പ്രതിവിധി അറിയാം, ജലാധിവാസം. ഇവിടെ പക്ഷേ ഒരു കുളത്തിലേക്കോ തടാകത്തിലേക്ക് തന്നെയോ അഗ്നിമുഖനെ ആവാഹിക്കുക അസാധ്യമാണ്. കടലിലേക്ക് വേണമെങ്കിൽ നോക്കാമെന്നു മാത്രം. ആകാശത്തിലേക്ക് ഉയർത്തിയ മിഴികൾ താർത്തി പാതി അടച്ച് മൂർത്തി പ്രീണന മന്ത്രം ചൊല്ലി. ശത്രുവിനെയും സ്തുതിച്ചിട്ട് മാത്രം പ്രതിരോധം ചെയ്യുക എന്ന മാന്ത്രിക തന്ത്രം. പിന്നെ തന്റെ ഇഷ്ടമൂർത്തി സേവാമന്ത്രം, ഉപാസന മന്ത്രം. എല്ലാത്തിനും കൂടി അരനിമിഷം മാത്രം. കോവിലകത്തെ അംഗങ്ങളുടെ കണ്ണുകളിൽ ഭീതി മാത്രമായിരുന്നു അപ്പോൾ. ജഗന്നാഥവർമ്മയുടെയും ആനന്ദവർമ്മയുടെയും മിഴികൾ അപ്പോൾ ആകാശത്തിലേക്ക് തന്നെയായിരുന്നു. അനന്തവിഹായസിൽ ഒരു വെള്ളിടി. അതിനു മുമ്പേ 1000 വെള്ളി നൂലുകളായി പൊട്ടിച്ചിതറിയ സൗദാമിനി സിരകൾ സർവത്ര. ഒപ്പം എവിടെ നിന്നെന്നറിയാതെ കോരിച്ചൊരിയാൻ ഒരു മഴയെത്തി. തികച്ചും വർഷപാതം. തുള്ളിക്കൊരു കുടം പേമാരി. ആ മഴ കോവിലകത്തെയും പുരയിടങ്ങളെയും മാത്രം സംരക്ഷിച്ച് പെയ്യാൻ ആരംഭിക്കുകയാണ്. അല്ല, നിന്ന് പെയ്യുകയാണ്. 2 കൈകളും കൂപ്പി മൂർത്തിവന്ദനം നടത്തിയ ഭട്ടതിരി നേരത്തെ കരുതിയിരുന്ന പുത്തൻ മൺകുടം ആദരവോടെ മാന്ത്രിക കളത്തിന് മുന്നിലേക്ക് നീക്കിവെച്ചു. തളതള്ളി കരയുന്ന അഗ്നിമുഖൻ കഠിന മന്ത്രത്തിന്റെ തീവ്ര വർഷപാതത്തിൽ പകച്ച് ചുരുങ്ങി പതുങ്ങി അതിരുകളിൽ നിന്ന് സ്വയം പിൻവാങ്ങി. അക്ഷതവും പൂവും നിവേദിച്ച് അഗ്നിമുഖനെ ഭട്ടതിരി ആദരിച്ചു.
അനുവാദം ചോദിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ആ മൺകുടത്തിന്റെ മുഖം ചമതയും ദർഭയും ചേർത്ത് അടച്ചുകെട്ടി. ഭട്ടതിരിയുടെ മുഖത്ത് അപ്പോൾ വിരിഞ്ഞ പുഞ്ചിരി ജഗന്നാഥവർമ്മയുടെ ഹൃദയത്തിലേക്ക് പെയ്ത കുളിർമഞ്ഞിൻ തുള്ളികളായി. 4 യാമങ്ങളുടെ ദൈർഘ്യത്തിനപ്പുറം ഇതുപോലൊരു മൂർത്തിയെ അതിനിടയിൽ വെച്ചുകൊണ്ടിരിക്കുക അസാധ്യമാണ് തമ്പുരാൻ, അപകടവുമാണ്. അതിനു മുമ്പ് മൂർത്തിക്ക് മോചനം നൽകിയേ തീരൂ. അത് ചെയ്യാൻ തന്നെയാണ് എൻ്റെ തീരുമാനവും. തൽക്കാലം അങ്ങ് ധൈര്യമായിരുന്നോളൂ. ഉടനെ മറ്റൊരാക്രമണം ഉണ്ടാവാനിടയില്ല. ആനന്ദവർമ്മ ഒന്ന് നിശ്വസിച്ചു. അടുത്തടുത്തുണ്ടായ 2 വൻ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ഭട്ടതിരിയുടെ കഴിവുകൊണ്ട് മാത്രമാണത് സാധിച്ചത്. ആദ്യമുണ്ടായ പരാജയങ്ങളെ അദ്ദേഹം അതിജീവിക്കുക തന്നെയാണ്. ജഗദീശ്വരന് നന്ദി. അടുത്ത ഏതോ കർമ്മങ്ങളിലേക്ക് ജാഗരൂകമായി കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ. ഞാൻ ആരംഭിക്കുകയാണ് തമ്പുരാൻ. അവിടുത്തെ അനുമതിയോടെ എന്തു തന്നെ സംഭവിച്ചാലും അങ്ങ് എന്നോടൊത്തുണ്ടാവുമെന്ന് വാക്കു നൽകണം. നിലവിളക്കുകളിലെ തിരികൾ നീട്ടിവെച്ച് നിറയെ നെയ്യ് ചൊരിഞ്ഞുകൊണ്ട് ഭട്ടതിരി ജഗന്നാഥവർമ്മയെ നോക്കി. എന്നും എപ്പോഴും ഞാനൊപ്പമുണ്ട്. അങ്ങ് ആരംഭിച്ചോളൂ. എനിക്കിതുവരെ ഉണ്ടായ നഷ്ടങ്ങൾക്കപ്പുറത്താകില്ലല്ലോ. ഇനി എന്തു തന്നെ ഉണ്ടായാലും ഏത് നീക്കത്തിനുമുള്ള സമ്മതമായ പിന്തുണയും അനുവാദവും തന്നിരിക്കുന്നു. വർമ്മ തലകുലുക്കി. നിലവിളക്കുകളിലെ എല്ലാ തിരികളും ഒരുപോലെ നിന്ന് കത്താൻ തുടങ്ങിയപ്പോൾ ഭട്ടതിരി ഒരിക്കൽ കൂടി മൺകുടം നോക്കി തൊഴുതു. കുടം തൊട്ട് നെറുകയിൽ വെച്ചു. പിന്നെ ധ്യാനലീനമായ ഒരന്തരീക്ഷത്തിലേക്ക് പത്മാസനസ്ഥനായി. ആ ഹൃദയത്തിൽ നിന്ന് അപൂർവ മന്ത്രത്തിന്റെ അനുസൃതമായ പ്രവാഹം ഉറവ പൊട്ടി. അരനാഴിക തികച്ചായില്ല. ആ കണ്ണുകൾക്ക് മുമ്പിൽ വിസ്മയകരമായ ഒരു കാഴ്ച സംഭവിക്കാൻ തുടങ്ങി. ഭട്ടതിരിയുടെ മുന്നിലിരുന്ന അഗ്നിമുഖനെ ആവാഹിച്ചിരുന്ന മൺകുടം ഒന്ന് കിടുങ്ങി. കാട്ടത്തണിയതാണെന്നേ സർവരും ആദ്യം കരുതിയുള്ളൂ. അതിന് തന്നെ സാധ്യതയില്ലെന്ന് പിന്നെയാണ് ആലോചിക്കുന്നത്. തിരുനാളം മുളയ്ക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത ചെറുകാറ്റേ കോവിലകത്ത് അപ്പോൾ വീശുന്നുണ്ടായിരുന്നുള്ളൂ. ആ കുടം ഇരുന്നിടത്ത് നിന്ന് ഇരുവശത്തേക്കും വീണ്ടും ഒരിക്കൽ കൂടി ചലിച്ചു. അനുനിമിഷം ആ ചലനം വളരുകയാണ്. ആ നിമിഷം തന്നെ ആ അത്ഭുതം പൂർണ്ണമായി. മൺകുടം തറയിൽ നിന്ന് ഉയരാൻ തുടങ്ങി. അരയടി ഉയരം പിന്നിട്ട് ഉയരം പിന്നിട്ട് അന്തരീക്ഷത്തിലെ ഉയർന്ന മൺകുടം കോവിലകത്തിന്റെ മുകളിലെത്തി. അടുത്ത ക്ഷണം അന്തരീക്ഷത്തിലൂടെ അത് ദക്ഷിണ ദിക്കിലേക്ക് പ്രയാണം ആരംഭിച്ചു. മാന്ത്രിക കളത്തിനു മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത ഭട്ടതിരി ആശ്വാസത്തോടെ എണീറ്റു. തൃപ്തിയുടെ മന്ദഹാസമുണ്ടായിരുന്നു ആ മുഖത്തപ്പോൾ. തൽക്കാലം ഒരു വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഇനി വരാനുള്ളത് ഇതിലും കടുത്തതായിരിക്കും. ഏതായാലും ഞാൻ തുടങ്ങി വെച്ചു കഴിഞ്ഞു. ഇനി മുഴുപ്പിക്കാതെ പിന്നോട്ടില്ല. അതിനുശേഷമേ ഗൃഹത്തിലേക്ക് പോകുന്നുള്ളൂ എന്നും തീരുമാനിച്ചു. അതു നന്നായി ഭട്ടതിരി. അങ്ങയുടെ ഉള്ളത്തിലും വലിയ സമാധാനം ഞങ്ങൾക്കാർക്കും ഉണ്ടാകാനിടയില്ല. ആനന്ദവർമ്മയും ഭട്ടതിരിയുടെ തീരുമാനത്തിൽ ആഹ്ലാദവാനായി. മാന്ത്രിക കളത്തിലെ ആ ഒരു നിലവിളക്ക് മാത്രം അണയ്ക്കേണ്ട, ബാക്കിയൊക്കെ മാറ്റിക്കോളൂ. എന്റെ കണക്കുകൂട്ടൽ ശരിയാകുന്നുവെങ്കിൽ അടുത്ത 7 ദിനരാത്രങ്ങളിലേക്ക് ആ വിളക്ക് അണയ്ക്കേണ്ടി വരില്ല. അതും പറഞ്ഞ അദ്ദേഹം തനിക്കായി ഒഴിച്ചു നൽകിയ മുറിയിലേക്ക് നടന്നു. ദുർഗ ഉഗ്രമായൊന്ന് നടുങ്ങി. കൺമുന്നിൽ കാണുന്ന കാഴ്ച അവൾക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. മഷിയിട്ട കിണ്ണത്തിലേക്ക് അവൾ തുറിച്ചു നോക്കി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണ് ദൃഷ്ടിയിൽ. ഒരു മൺകുടം മണിമംഗലം ഗ്രാമത്തിന് മുകളിലൂടെ അന്തരീക്ഷത്തിലൂടെ ഒഴുകി ഒഴുകി വരുന്നു. അതിന്റെ ലക്ഷ്യം ഈ തറവാടാണെന്ന് തിരിച്ചറിഞ്ഞ ദുർഗ പകച്ചു. ചുളമാനൂർ കോവിലകം ആളിക്കത്തി അവസാനിക്കുന്നത് കൺകുളിർക്കെ കാണാൻ കാത്തിരുന്ന താൻ പകരം കാണുന്നത് എന്താണ്? ഭട്ടതിരി സമയത്തിനൊത്ത് പ്രതികരിച്ചിരിക്കുന്നു. ഇത്രയും കഴിവുകൾ അയാൾക്കുണ്ടെന്ന് നനച്ചിരുന്നില്ല. ഇനി എന്തേ ഒരു മാർഗം? ഒരു ലക്ഷ്യത്തിലേക്ക് പറഞ്ഞയച്ച മൂർത്തി തന്നെ അത് പൂർത്തിയാക്കാതെ മടങ്ങി വരികയാണ്. അതിലും വലിയൊരു അപകടം ഉണ്ടാവാനില്ല. പറഞ്ഞയച്ച മൂർത്തിക്ക് ദൗത്യം പൂർത്തിയാക്കിയേ പറ്റൂ. അതെവിടെയായാലും വേണ്ടിയില്ല. അല്ലെങ്കിൽ ഒരു ഉപാസനാമൂർത്തി തനിക്ക് നഷ്ടമാവുകയെന്നർത്ഥം. അഥവാ ഉപാസകയുടെ നേരെ തന്നെ തിരിഞ്ഞെന്നും വരും. ഭട്ടതിരി അയച്ച മൺകുടം മണിമംഗലത്തോടടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു നിമിഷത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തിയേ കഴിയൂ. അടിമുടി വിയർപ്പണിഞ്ഞുവെങ്കിലും അതിവേഗം അവളുടെ ഉള്ളിൽ ഒരാശയം ഉടലെടുത്തു. എന്തുകൊണ്ട് അങ്ങനെ അയക്കൂടാ? മതി, അത് മതി. ദുർഗ ക്രൂരമായ ആ മാർഗത്തിലേക്കുള്ള മാന്ത്രിക വാതായനം മലർക്കെ തുലർന്നു.
പേരറിയാത്തൊരു പക്ഷിയെപ്പോലെ മണിമംഗലത്തിന് മുകളിലെ ആകാശത്തെത്തിയ മൺകുടം ഒരു മാത്ര നിശ്ചലമായി. താഴെ പൂജാമുറിയിലെ ചാണകം മെഴുകിയ തറയിൽ ദുർഗയുടെ ഉള്ളൊരുകിയുള്ള ധ്യാനമന്ത്രത്തിന് ധന്യത കൈവന്ന മുഹൂർത്തം. ഇപ്പോൾ അവളുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ട്. ഒരു നിമിഷം നിന്ന് പ്രദക്ഷിണം പോലൊന്ന് കറങ്ങിയ മൺകുടം പൊടുന്നനെ മണിമംഗലത്തിന് പടിഞ്ഞാറ് ദിശയിലേക്ക് പ്രയാണം പുനരാരംഭിക്കുകയുണ്ടായി. ദുർഗയുടെ ചുണ്ടിൽ ക്രൂരമായ ഒരു പുഞ്ചിരിയുടെ മുള്ളരിക്കൻ പൂക്കൾ വിരിയുന്നു. പാതിയടഞ്ഞ അവളുടെ കണ്ണുകൾക്കുള്ളിൽ അപ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ജയരാജിന്റെ ചിത്രം തെളിഞ്ഞു. ആശുപത്രി കിടക്കയിൽ നിശ്ചലനായി കിടക്കുന്ന ജയരാജിന്റെ ചിത്രം. അഗ്നിമുഖൻ ആ ആശുപത്രി കെട്ടിടത്തിന് നേരെ തന്നെയാണ് പ്രയാണം തുടങ്ങിയിരിക്കുന്നത്. മൺകുടം കൃത്യമായും അവിടെ എത്തും. ജയരാജിന്റെ മുറിയിൽ തന്നെ ഇടിച്ച് മൺകുടം പൊട്ടും. അഗ്നിപ്രളയം അയാളെ ആകെ പൊതിയും. മൂർത്തിക്കത് ജന്മസാഫല്യം, ദുർഗയ്ക്കാണെങ്കിൽ മന്ത്രസാഫല്യം. അയാളെ വേണമെങ്കിൽ അന്നേ ഇല്ലാതാക്കാമായിരുന്നു. അത് ചെയ്തില്ല. പകരം അയാളെ രക്ഷിക്കാനല്ലേ ശത്രുവിന്റെ പുറപ്പാട്. അയാൾ ഇല്ലാതായാൽ ആരാണ് രക്ഷിക്കുന്നതെന്ന് കാണാമല്ലോ. ആരെയാണ് രക്ഷിക്കാൻ പോകുന്നത്? ഒരു കരിക്കട്ടയ്ക്ക് ജീവൻ കൊടുക്കാൻ മാത്രം പ്രതിഭാശാലിയൊന്നുമല്ല ഇലടുത്ത് ഭട്ടതിരി. അഥവാ അങ്ങനെയാണെങ്കിൽ അതൊന്നു കാണണമല്ലോ. മണിമംഗലത്തേക്കുള്ള അയാളുടെ ആദ്യ വരവിൽ തന്നെ അപകടം അറിഞ്ഞിരുന്നു. കൗശലത്തോടെയുള്ള സംസാരത്തിലും നിഷ്കളങ്കമായ ചലനങ്ങളിലും ആ അപകടം തിരിച്ചറിയുകയും ചെയ്തിരുന്നു. തനിക്കെതിരെ തെളിവുകൾ ശേഖരിച്ചു തുടങ്ങുകയായിരുന്നില്ലേ? ഒരു ദിവസം കൂടി ലഭിച്ചിരുന്നെങ്കിൽ പറഞ്ഞിരുന്ന ആൾ ശത്രുവാകുന്നത് കാണേണ്ടി വന്നേനെ. ആദ്യം തോന്നിയ സംശയത്തോടെ അയാളെ അനുയാത്ര ചെയ്തത് എത്ര നന്നായി. കൊല്ലേണ്ടതായിരുന്നു. എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് അത്ഭുതത്തോടെ ആലോചിച്ചു പോകുന്നു. അന്നത് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ അവസരം കൈവരുമായിരുന്നോ? ഇല്ലേ ഇല്ല. വരുന്നതെന്തും നന്മയ്ക്കെന്ന് പറയുന്നത് എത്രയോ സത്യം. ജയരാജ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അഗ്നിമുഖത്തിന്റെ ആക്രമണത്തിൽ കരിക്കട്ടയായി മാറുന്നത് കാണാനുള്ള വ്യഗ്രതയോടെ ദുർഗ മഷിക്കിണ്ണത്തിൽ ചിത്രം തെളിയാനുള്ള മാന്ത്രിക കർമ്മത്തിലേക്ക് ആമഗ്നയായി. സായാഹ്ന റൗണ്ടിനെത്തിയ ഒന്നാം ഡോക്ടർ ഒരു നിമിഷം ജയരാജിനെ തന്നെ സൂക്ഷിച്ചു നോക്കി നിന്നു. എന്തോ ഒരു സംശയത്തിന്റെ നേരിയ അലകൾ ഒരു മാത്ര ആ വിരിഞ്ഞ നെറ്റിയിലെ ചുളിവുകളായി. പിന്നെ പെട്ടെന്ന് ജയരാജിന്റെ കൈത്തണ്ടയിൽ പിടിച്ച് നാഡി പരിശോധിച്ചു. സ്റ്റെത്തെടുത്ത് നെഞ്ചിൽ സ്പർശിച്ചു. പതിവില്ലാത്തൊരു മാറ്റം. കൺപോളകൾ വിടർത്തി വീണ്ടും ചില പരിശോധനകൾ. ചെവിയുടെ മൃദുലതയിൽ മെല്ലെ ഒരു നുള്ളി നോവിക്കൽ. നേരിയ ചലനം ആ ശരീരത്തിൽ പ്രകടമായില്ലേ ഇപ്പോൾ? അദ്ദേഹം അടുത്തു നിന്നിരുന്ന നഴ്സിന് നേരെ തിരിഞ്ഞു. ഇദ്ദേഹത്തെ ICU വാർഡിലേക്കൊന്ന് കൊണ്ടുവരൂ. അസാധാരണമായ ഒരു ഇംപ്രൂവ്മെന്റ് തോന്നുന്നു. വിശദമായൊരു ചെക്കപ്പ് ചെയ്യുകയായിരുന്നു ഡോക്ടറുടെ ഉദ്ദേശം. IG വരെ നേരിട്ട് വിളിച്ചു പറഞ്ഞിട്ടുള്ള കേസാണ്. അല്ലെങ്കിൽ കൂടി അപൂർവമായ ഇദ്ദേഹത്തിന്റെ രോഗം കണ്ടെത്തണമെന്നുള്ളൊരു വാശിയും ഡോക്ടർക്കുണ്ടായിരുന്നു. നിർദ്ദേശം ലഭിച്ച മാത്രയിൽ സ്ട്രെച്ചറുമായി അറ്റൻഡർമാർ എത്തി. അടുത്ത മുറിയിലെ രോഗികളെ നോക്കി തീരും വരെ കാക്കാതെ അപ്പോൾ തന്നെ ഡോക്ടറും സ്ട്രെച്ചറിനെ അനുഗമിച്ചു. ജയരാജിനെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കയറ്റി ചില്ലുവാതിൽ അടയും മുമ്പേ പേവാടിന്റെ ഭാഗത്തു നിന്നൊരു പൊട്ടിത്തെറി ഉയർന്നു. ഒപ്പം ആരുടെയൊക്കെയോ കൂട്ടനിലവിളികൾ. ആശുപത്രിയുടെ ആ ഭാഗത്തു നിന്ന് തീ ആളുന്നു, പുക ഉയരുന്നു. ഓടിയെത്തിയ ജീവനക്കാരും രോഗികളും ബന്ധുക്കളുമൊക്കെ മുറിക്ക് മുന്നിൽ പകച്ചു നിന്നു. ആ മുറിയിലാണ് അഗ്നിബാധ ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്നു മാത്രമാണ് തീ ഉയരുന്നത്. മുറിയുടെ ജാലകത്തിന്റെ ഇരുമ്പു ചട്ടകൾ ഒഴികെയുള്ള ഭാഗങ്ങൾ നിന്ന് കത്തുകയാണ്. മുറിക്കകം ഒരു ഫർണസ് പോലെ. അരനാഴിക നേരത്തെ അശ്രാന്ത പരിശ്രമം വേണ്ടി വന്നു അഗ്നി നിയന്ത്രണ വിധേയമാക്കാൻ. അടുത്ത മുറികളിലേക്ക് തീ പിടിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുത്തു. അതു ചെയ്തില്ലെങ്കിലും മറ്റൊരു മുറിയിലേക്ക് അത് പടരുകയില്ലെന്ന് ആർക്കും അറിയാൻ കഴിയുമായിരുന്നില്ലല്ലോ. കോരിയൊഴിച്ച വെള്ളത്തിൽ അഗ്നിമുഖൻ അലിഞ്ഞലിഞ്ഞു തീരുന്നു. ആരും അറിയാതെ അവർ ദുർഗയുടെ ഉപാസനാമൂർത്തിയെ ജലാധിവാസം നടത്തുകയായിരുന്നു. ആശുപത്രിയുടെ എല്ലാ ഭാഗങ്ങളിലും ആ വാർത്ത എത്തി. ഇന്റൻസീവിൽ ജയരാജിനെ ചെക്കപ്പ് ചെയ്യാൻ ആധുനിക യന്ത്രങ്ങൾ അയാളുടെ ശരീരത്ത് ഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഡോക്ടർ. വിവരമറിഞ്ഞ് അദ്ദേഹം പുറത്തേക്കിറങ്ങി വന്നു. ആദ്യം ഞെട്ടിപ്പോവുകയാണുണ്ടായത്. മുറിയിൽ നിന്നിങ്ങ് പോരാൻ അല്പം വൈകിയിരുന്നെങ്കിൽ കഥ എന്താകുമായിരുന്നു? ആ മുറിയിൽ മാത്രം ഇങ്ങനെയൊരു അഗ്നിബാധ ഉണ്ടായതെങ്ങനെയെന്ന് കണ്ടുപിടിക്കാൻ അധികൃതർ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. മണിമംഗലത്തെ പൂജാമുറിയിൽ മഷിത്തളികയ്ക്ക് മുന്നിലിരുന്ന ദുർഗ ഒന്ന് പകച്ചു. ഇത്തവണയും ലക്ഷ്യം പിഴച്ചിരിക്കുന്നു. എന്തേ അങ്ങനെ സംഭവിക്കാൻ?
ഈശ്വരന്റെ കാരുണ്യം ജയരാജിനെ രക്ഷിച്ചതാവാനേ വഴിയുള്ളൂ. തനിക്ക് മൂർത്തി ചൈതന്യവും നഷ്ടമായി. അങ്ങനെ ആലോചിച്ചപ്പോൾ അവളാകെ ചകിതയായി. കൃത്യസമയത്ത് ജയരാജിനെ ഇന്റൻസീവിലേക്ക് മാറ്റാൻ ഡോക്ടർക്ക് പ്രേരകമായതെന്തായിരിക്കാം? അരനാഴിക പോലും വേണ്ടായിരുന്നു. ഭട്ടതിരി ഇപ്പോഴും തന്റെ ചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമോ? അയാളെക്കുറിച്ച് ഓർത്തപ്പോൾ കടപ്പല്ലുകൾ ഞെരിഞ്ഞു. കോവിലകത്തെ രക്ഷകൻ ആയിക്കോട്ടെ, പക്ഷേ അയാളുടെ ശ്രദ്ധയും കോവിലകത്ത് നിന്ന് മാറുന്ന ഒരു നിമിഷമുണ്ടാകുമല്ലോ. ആ ഒരു നിമിഷം മതി തനിക്ക്. അയാൾ ഇപ്പോൾ എന്തെടുക്കുകയാവും? മഷിത്തളികയിൽ നിന്ന് ആശുപത്രി ദൃശ്യം മാറ്റി. വീണ്ടും ധ്യാനത്തിലമർന്ന ദുർഗയുടെ മുന്നിൽ കോവിലകം തെളിഞ്ഞു തെളിഞ്ഞു വന്നു. ഭട്ടതിരി പൂമുഖത്തിരിക്കുകയാണ്. അയാൾക്കു ചുറ്റും വലിയ തമ്പുരാനും ആനന്ദവർമ്മയും മറ്റും ചിലരുമുണ്ട്. എന്തോ കാര്യമായ ചർച്ചയിലാണവരെന്ന് അവരുടെ മുഖങ്ങളിലെ ഗൗരവത്തിൽ നിന്ന് അറിയാൻ കഴിയും. ദുർഗ പക പുകയുന്ന കണ്ണുകളോടെ തളികയിലേക്ക് തന്നെ ഉറ്റുനോക്കാൻ തുടങ്ങി. ഇനി അവശേഷിക്കുന്നത് 5 ദിവസങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട 5 ദിനങ്ങൾ. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ അംഗങ്ങളെയും വിവരമറിയിച്ചു കഴിഞ്ഞില്ലേ? അവരെല്ലാം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വൈകണ്ട. മഹാഹോമം ആരംഭിക്കുക തന്നെ. 4 നാഴിക കൊണ്ട് അവസാനിക്കുന്ന മഹാഹോമം ഒക്കെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി മുതൽ അവരൊക്കെ ഇങ്ങോട്ട് തിരിച്ചു തുടങ്ങും. നാളെ വൈകുന്നേരത്തോടെ സർവരും എത്തിച്ചേരുക തന്നെ ചെയ്യും. കാര്യത്തിന്റെ ഗൗരവം അറിയാത്തവരായി ആരും തന്നെ ഇല്ലല്ലോ കൂട്ടത്തിൽ, ആനന്ദവർമ്മ പറഞ്ഞു. തമ്പുരാൻ താടിയും തടവി നിശബ്ദനായിരുന്നതേയുള്ളൂ. ഭട്ടതിരി എന്ത് തീരുമാനിക്കുന്നോ അത് ഉടനടി പ്രാവർത്തികമാക്കി കൊടുക്കാൻ അദ്ദേഹം മകനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സൂര്യന് കീഴിലുള്ള എന്തോ ഉടനടി എത്തിച്ചു കൊടുക്കാൻ. മഹാമന്ത്ര ഹോമത്തിനുള്ള ഒരുക്കുകൾ എല്ലാം തന്നെ കോവിലകം കളപ്പുരയിൽ അടുപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് മഹാമന്ത്ര ഹോമത്തിനുള്ള ഇടം ഭട്ടതിരി നിർദ്ദേശിച്ചിരിക്കുന്നത്. വിശാലമായ പാടസാമ്രാജ്യത്തിന്റെ അതിരിൽ ഒരു കൊച്ചു കൊട്ടാരത്തിന്റെ വലുപ്പമുള്ള ഒരു നിലക്കെട്ടിടം. സ്ഥലം നിർണയിച്ച് സ്ഥലരക്ഷയും കളപ്പുരയ്ക്ക് ചുറ്റും മാന്ത്രിക വലയവും തീർത്തിട്ടുണ്ട്. കോവിലകത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു മുഹൂർത്തത്തിലേക്കാണ് നാളുകൾ മിഴി തുറക്കുന്നത്. ഹോമം ആരംഭിക്കുന്നതിനു മുമ്പ് കോവിലകത്തെ എല്ലാ അംഗങ്ങളും സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കണമെന്നതായിരുന്നു ഒന്നാമത്തെ വ്യവസ്ഥ. സർവരെയും ഒരിടത്തെ സംരക്ഷിക്കാനാവൂ. ഭട്ടതിരി എന്തോ പറയാൻ തുടങ്ങുന്ന നേരത്താണ് ഗേറ്റ് കടന്ന് ഒരു ജീപ്പ് കോവിലകത്തിന്റെ പൂമുഖത്തേക്ക് വന്നത്. എല്ലാവരുടെയും ശ്രദ്ധ ഒരു ഞൊടി നേരത്തേക്ക് ജീപ്പിന് നേരെയായി. ആനന്ദവർമ്മ ഇരുന്നിടത്ത് നിന്ന് എണീക്കുക വരെ ചെയ്തു. ആ ജീപ്പ് എവിടേക്ക് അയച്ചതാണെന്ന് വർമ്മയ്ക്കല്ലേ അറിയാവൂ. ജീപ്പിന്റെ മുൻസീറ്റിൽ ഇരുന്ന 2 പേർ ചാടിയിറങ്ങി. അവർ പിൻഭാഗത്തേക്ക് ചെന്ന് മൂടിയിട്ടിരുന്ന പടുത ഉയർത്തി ഡോർ തുറന്നു. 2 പേരും കൂടി ഒരു മനുഷ്യനെയാണ് ബലമായി പൂമുഖത്തേക്ക് എടുത്തുകൊണ്ടുവന്നത്. ബന്ധനസ്ഥനായ ഒരു മനുഷ്യൻ. അയാളെ അവർ വലിച്ചിഴക്കുകയായിരുന്നു. ആനന്ദവർമ്മയുടെ കണ്ണുകൾ തിളങ്ങി. തമ്പുരാന്റെ നെറ്റിയിലും ചുളിവുകൾ വീണു. ഭട്ടതിരി മെല്ലെ ഒന്ന് പുഞ്ചിരിച്ചു.